പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്തേ. നാം ഇവിടെ ഒരു പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1200 കർക്കിടക മാസം 31-ാം തീയതി സമാപിക്കുകയാണ്. ഒരു പുതുവർഷം 1201 പിറക്കാൻ പോകുകയാണ്. 1201 ചിങ്ങമാസം ഇതാ ആരംഭിക്കുകയാണ്. 1201 ചിങ്ങമാസം 1-ാം തീയതി 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി കാലത്ത് 1:45 സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചിങ്ങം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും ശുഭാശുഭങ്ങൾ എന്നാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്. മലയാളികൾക്ക് ഉത്സവത്തിൻ്റെ ആരംഭങ്ങളാണ്. ചിങ്ങമാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ശ്രീനാരായണ ഗുരു ജയന്തി, ചട്ടമ്പിസ്വാമി ജയന്തി, വിനായക ചതുർത്ഥി, തിരുവോണം, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ഇതൊക്കെ തന്നെ സംഭവിക്കുന്ന വിശേഷപ്പെട്ട മാസമാകുന്നു ചിങ്ങമാസം. ചിങ്ങമാസം കേരള സർക്കാർ കൃഷിദിനമായി ആചരിക്കുന്നു. ചിങ്ങം 1-ാം തീയതി ചിങ്ങമാസത്തിലുണ്ടാകുന്ന കൃഷി, ചിങ്ങമാസത്തിൽ കാർഷികമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് മേടമാസമാകുമ്പോഴേക്കും അത് ഫലപൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതിനാൽ കർക്കിടകത്തിൻ്റെ ആ വറുതി കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും സന്തോഷം പകരുന്ന ദിനങ്ങളാണ്. ഈ വർഷം ഞാൻ സൂചിപ്പിച്ചു, ചിങ്ങമാസം 1-ാം തീയതി കാലത്ത് 1:45 രോഹിണി നക്ഷത്രത്തിലാണ് ചിങ്ങരവി സംക്രമം. ഇവിടെ ഈ ചിങ്ങമാസം പിറക്കുന്ന വേളയിൽ ഒരു ഗ്രഹത്തിനും മൗഢ്യമില്ല. ശനി വക്രിയായി ശക്തനായി മീനൻ രാശിയിൽ നിൽക്കുന്നുണ്ട്. വക്രിയായ ശനി വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ഈ ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലമെന്ന വിഷയം. നിങ്ങൾ ശ്രദ്ധിക്കുക, ആദിത്യൻ്റെ ഈ ചിങ്ങമാസത്തിലേക്കുള്ള പ്രയാണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവത്തിന്, ആ വ്യക്തിത്വത്തിന് നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ്. സിംഹേ വിംശതിരാദിത ചിങ്ങമാസം 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാകുന്നു. നമുക്ക് സവിസ്തരം ചിന്തിക്കാം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 4-ാം ഭാവത്തിൽ രാഹു, 5-ൽ ശനി, അഷ്ടമത്തിൽ ശുക്ര, ഗുരു, 9-ാം ഭാവത്തിൽ ബുധൻ, 10-ാം ഭാവത്തിൽ ആദിത്യൻ, കേതു, 11-ാം ഭാവത്തിൽ ചൊവ്വ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ചിങ്ങമാസത്തിലെ സൂര്യൻ്റെ പ്രവേശനം വളരെയധികം നന്മകൾ കർമ്മമേഖലയിൽ പ്രദാനം ചെയ്യും. കർമ്മവതിയായ സൂര്യൻ അതിശക്തമായി ആ ഭാവത്തിൽ 10-ാം ഭാവത്തിൽ കർമ്മഭാവത്തിൽ നിൽക്കുന്നു. ദണ്ഡനാഥോ കുജാർക്കോ എന്നാണ്. കയ്യിൽ വടിപിടിക്കും 10-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും നിന്നാൽ. അങ്ങേറ്റം ശക്തമാണ്. വൃശ്ചികരാശിയുടെ അധിപനായ ചൊവ്വയും നിൽക്കുന്നത് ഇന്ന് 11-ാം ഭാവത്തിലാണ്. അതും നല്ലൊരു ഭാവമാകുന്നു. 9-ാം ഭാവത്തിൽ ബുധനുണ്ട്. ആ ബുധനും ധാരാളം തീർത്ഥസ്ഥലങ്ങളെ സന്ദർശിക്കുവാൻ, ദൈവികമായ വിഷയങ്ങളോട് വളരെയധികം ആഭിമുഖ്യം പുലർത്തുവാനും വൃശ്ചികൻ രാശിക്കാരെ പ്രാപ്തരാക്കുന്നതാണ്. ഈ ഒരു വർഷക്കാലം ഭൗതിക സുഖത്തിനേക്കാളും മെറ്റീരിയൽ ലൈഫിനെക്കാട്ടും കൂടുതൽ വൃശ്ചികൻ രാശിക്കാർക്ക് ആത്മീയമായ സുഖത്തോടുള്ള ഒരു താല്പര്യവും ഭ്രമത്വവും ദർശിക്കാവുന്നതാണ്. അതിനാൽ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക. ധാർമ്മികമായ, തങ്ങളുടെ മതപരമായ, ദൈവികമായ വിഷയങ്ങൾ, ധർമ്മദൈവങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ മനസ്സിനെയും ശരീരത്തിനെയും വ്യാപരിച്ചാൽ ആ എല്ലാ സുഖങ്ങളും പ്രയാസങ്ങളുണ്ടാക്കുന്ന ഭാവങ്ങളെയൊക്കെ തന്നെ പരിഹാരമാണ്. ഇവിടെ വിവാഹ വിഷയം ചിന്തിക്കണം വൃശ്ചികൻ രാശിക്കാർക്ക്. അത് ശുക്രനാണ്. ആ ശുക്രൻ അഷ്ടമത്തിലാണ്. അതിനാൽ വൈവാഹിക ജീവിതം അത്ര നല്ലതാവണമെന്നില്ല. പ്രയാസങ്ങൾ വൈവാഹിക ജീവിതത്തിൽ വരും. 8-ൽ ഗുരു വന്നാലും ശുക്രൻ വന്നാലും ഫലം പറഞ്ഞിരിക്കുന്നത് നീചഹ എന്നാണ്. അനുചിതമായ കർമ്മങ്ങൾ ചെയ്യുക. അത് വൈവാഹിക വിഷയത്തിലായാലും സാമ്പത്തിക വിഷയത്തിലായാലും
സന്താന വിഷയത്തിലായാലും സന്താനങ്ങൾക്ക് നല്ല സമയമല്ല വൃശ്ചികൻ രാശിക്കാർ. കാരണം സന്താന സ്ഥാനത്ത് ശനി നിൽക്കുന്നു. സന്താനവതിയായ ഗ്രഹം വ്യാഴം അഷ്ടമത്തിൽ ദുർബലമായി നിൽക്കുന്നു. അതിനാൽ ശാരീരികമായി സന്താനങ്ങൾക്കുണ്ടെന്ന അരിഷ്ടതകൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ഗർഭിണികൾ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരൊക്കെ തന്നെ 5-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ അരിയാൾ പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. തങ്ങളുടെ ഉള്ള സന്താനങ്ങളിലെ ശ്രേയസ്സിനായിക്കൊണ്ടും അരിയാൾ പ്രദക്ഷിണം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിനെ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായ തേ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ആർക്ക്? വൃശ്ചികം രാശിക്കാർ. ശാരീരികമായി ഗ്യാസ്ട്രോ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, ഉദരസംബന്ധമായ രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. 5-ൽ ശനിക്ക് രോഗാധിപനായ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. അതിനാൽ ഉദരസംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം. ഇയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു കർമ്മമേഖല വളരെ തൃപ്തമായിരിക്കും. അപ്രകാരം തന്നെ ഭൂമിലാഭം, ഭൂമിപരമായ വിഷയങ്ങൾക്കൊക്കെ അനുകൂലമായ അവസരങ്ങൾ കൈവരുന്നതാണ്. സാമ്പത്തിക വിഷയത്തിലുള്ള മധ്യസ്ഥതകൾക്ക് മുന്നോട്ട് പോകാതിരിക്കുക. പക്ഷേ ഭൂമിപരമായ വിഷയത്തിലും മറ്റ് ദൗത്യങ്ങളിലുമൊക്കെ തന്നെ പങ്കെടുത്ത് അതിൽ വിജയിപ്പിക്കുവാൻ വളരെയധികം ഗുണമാണ്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്ന ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏജൻസിനൊക്കെ ഈ ഒരു വർഷം വളരെയധികം അനുകൂലമായി ഭവിക്കുന്നതാണ്. ചൊവ്വ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. ചൊവ്വ ഭൂമികാരകനാണ്. 10-ാം ഭാവത്തിലെ സൂര്യൻ പുതിയ കർമ്മങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കുക, അത് നന്നായി ഇംപ്ലിമെൻ്റ് ചെയ്ത് മുന്നോട്ട് നയിക്കുവാനുള്ള കഴിവ് ഒക്കെ ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്നു. ആ സൂര്യൻ അത്ര ശക്തമാണ്. സൂര്യൻ കർമാധിപൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നുവെന്ന ഒരു മഹത്തായ ദൗത്യം നിർവഹിക്കുന്നുണ്ട്, ധർമ്മം നിർവഹിക്കുന്നുണ്ട് സൂര്യൻ. അമിതമായ ചിന്തകൾ വന്നാൽ ഉറക്കം നഷ്ടപ്പെടും. ഇതാണ് അഷ്ടമത്തിൽ വ്യാഴം വന്നാലുള്ള ദോഷം. അപ്രകാരം ശുക്രനും നിസ്സാരമായ കാര്യങ്ങൾക്ക് ഫാമിലി തർക്കങ്ങൾ ഉണ്ടാവുക, ഭാര്യാഭർത്ത ബന്ധം ബുദ്ധിമുട്ടാവുക. ഈ ഒരു വർഷക്കാലം നിർബന്ധമായും ജന്മനക്ഷത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം ദേവീക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളും. വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാർക്ക്, വിവാഹം പെട്ടെന്ന് ഉടൻ നടക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുക. പിണങ്ങി നിൽക്കുന്ന ഭർത്താക്കന്മാർക്ക് ഐക്യമത്യ അർച്ചന ചെയ്യുക. അനാവശ്യമായ തർക്കങ്ങളിൽ ഇടപെടാൻ പാടില്ല. അത് നമുക്ക് നമ്മുടെ പ്രശസ്തിക്ക് മങ്ങലേൽപ്പിക്കും. ജനക്ഷുദ്രവാദി ചിരം ചാരുജീവേത് ചതുഷ്പാസുഖം ദൈത്യപൂജോ ദദാതി. ക്ഷുദ്രമായി സംസാരിക്കുക, അനാവശ്യമായി സംസാരിക്കുന്നൊരവസ്ഥ, വാക്തർക്കത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, അങ്ങനെ ശത്രുക്കളെ സമ്പാദിക്കുക. വാഹന ലാഭമുണ്ടാകും. തനിക്ക് വാഹനം വാങ്ങേണ്ടുന്ന യോഗമുണ്ട്. ധനം സമ്പാദിക്കുവാനൊക്കെ വളരെയധികം കഷ്ടപ്പാടുകളുണ്ട്. അങ്ങേയറ്റം യത്നിച്ചാൽ മാത്രം ധനം കിട്ടും. അതിനാൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ധനപരമായ വിഷയത്തിൽ മാത്രം ഞാൻ ആദ്യമേ സൂചിപ്പിച്ച് ജാഗ്രത പാലിക്കുക. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ വരാനില്ല. സന്താനങ്ങൾക്ക് 11 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേരിൽ കർഗഹോമവും 12 വയസ്സ് മുതലുള്ള കുട്ടികളുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ വൃശ്ചിക രാശിക്കാർ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. എല്ലാ വൃശ്ചിക രാശിക്കാർക്കും ശോഭനമായ ഒരു വർഷക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.